ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ പപ്പ വന്നപ്പോൾ ഇടിച്ചക്ക തോരൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടിച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ ഇടിച്ചക്ക ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. നടുമുറിച്ചാൽ മതി. എന്നിട്ടത് കുക്കറിലിട്ടതിന് ശേഷം ഒരു 3 വിസിൽ ആവുന്നത് വരെ വെക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ തുറന്നതിന് ശേഷം നമ്മുടെ ഇടിച്ചക്ക ശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ കുക്കറിലോട്ടേക്ക് ഇടാൻ. എന്നിട്ട് നമ്മുടെ ഇടിച്ചക്കയുടെ തോല് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്മാഷർ വെച്ചതിന് ശേഷം നമ്മുടെ ഓരോന്നോരോന്നായിട്ട് എല്ലാം സ്മാഷ് ചെയ്ത് ഇതുപോലെ ആക്കിയിടുക. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് കടുക് ഇടുക. ശേഷം നമ്മുടെ ഉണക്കമുളക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇടിച്ചക്ക സ്മാഷ് ചെയ്ത് വെച്ചത് അതിലോട്ടേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിയിൽ നിന്നൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ, അതിലോട്ടേക്ക് 1 സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് ആ മിക്സ് നമ്മുടെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇടിച്ചക്ക തോരൻ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിച്ച് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.